നമ്മൾ നേരത്തെ ടൊമാറ്റോ വെച്ചിരുന്ന ഈ ഹൈഡ്രോപോണിക് പൈപ്പ്സ് എല്ലാം നല്ലോണം ക്ലീൻ ചെയ്ത് ഉണക്കി വെച്ചിരിക്കുകയാണ്. ഇതിനകത്ത് നടക്കുന്ന നെറ്റ് പോട്ട്സ് ലീക്ക ബോൾസ് എല്ലാം എടുത്ത് കഴുകിയിട്ടുണ്ട്, പിന്നെ സാനിറ്റൈസ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇങ്ങനെ ഉണക്കി വെച്ചിരിക്കുന്നതാണ്. കഴിഞ്ഞ പ്രാവശ്യം ടൊമാറ്റോ വെച്ചപ്പോഴേക്കും വിചാരിച്ച അത്ര ഈൽഡ് കിട്ടിയില്ല, നല്ല ചൂടൊക്കെ ആയിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം നമുക്ക് ഈ ഒരു കുക്കുംബർ വയ്ക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് വേനലിലേക്ക് കടക്കുന്ന സമയമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഒരു അപ്ഗ്രേഡ് കൂടെ ചെയ്തിട്ടുണ്ട്. അതാണ് നമ്മൾ മേളിൽ കാണുന്ന ആ ഒരു ഷെയ്ഡ് നെറ്റ്. അപ്പോൾ ഷെയ്ഡ് നെറ്റ് പറ്റി നേരത്തെ ഓൾറെഡി ഒരു വീഡിയോ ചാനൽ ഇട്ടിട്ടുണ്ടായിരുന്നു, അതൊന്ന് കണ്ടു നോക്കുക. ഇതാണ് നമ്മൾ വയ്ക്കാൻ പോകുന്ന കുക്കുംബറിൻ്റെ തൈകൾ. ഇത് KPCH 01 എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റിയുടെ വെറൈറ്റിയാണ്. എല്ലാ മുട്ടിലും കായകൾ പിടിക്കുന്ന വെറൈറ്റിയാണ്. ഇപ്പോൾ തൈകളൊക്കെ ട്രാൻസ്പ്ലാന്റ് റെഡിയായിട്ടിരിക്കുകയാണ്. നമ്മളതിനെ ഈ ഹോളിലേക്ക് മാറ്റി വയ്ക്കും. ഇതിനകത്ത് നമ്മൾ ഓൾറെഡി ചൂടുള്ളിൽ, അതായത് പൈപ്പിനുള്ളിലേക്ക് ന്യൂട്രിയൻ സൊല്യൂഷൻ ചൂടാവാതിരിക്കാനായിട്ട് ഈ പൈപ്പുകളെല്ലാം റാപ്പ് ചെയ്തിട്ടുണ്ട്. ഒരു ടൈപ്പ് ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ കൊണ്ടാണ് റാപ്പ് ചെയ്തേക്കുന്നത്. അപ്പോൾ അതിനെപ്പറ്റിയും വീഡിയോ നേരത്തെ ചാനലിട്ടിട്ടുണ്ട്. ഒയാസിസ് സ്പോഞ്ച് പീസ് ആക്കിയിട്ട് നമ്മുടെ പ്രോട്ടയിൽ വെച്ച് ഓരോരോ വിത്തിട്ട് മുളപ്പിച്ചതാണ്. ഇതിപ്പോൾ ഏകദേശം 15 ദിവസമായി. ഇപ്പോൾ ഓൾമോസ്റ്റ് ട്രാൻസ്പ്ലാന്റ് ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. ഈ ഒരു ഹൈഡ്രോപോണിക് സിസ്റ്റത്തിനകത്ത് ടോട്ടൽ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ 400 പ്ലാന്റ്സ് വെക്കേണ്ടതാണ്. നമ്മൾ നേരത്തെ ടൊമാറ്റോ വെച്ചപ്പോഴേക്കും 400 വെച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ കുക്കുംബർ ആയതുകൊണ്ട് നമുക്കറിയാം കുക്കുംബറിൻ്റെ വേര് അത്യാവശ്യം നല്ലവണ്ണം വളരുന്നതാണ്. അതുകൊണ്ട് നമ്മൾ 400 വയ്ക്കുന്നില്ല. ഇതിനകത്ത് 200 മാത്രമേ വെക്കുന്നുള്ളൂ. അങ്ങനെ വരുമ്പോഴേക്കും നമുക്കിതിൻ്റെ ഓരോരോ ഹോള് അത് ഇടവിട്ടായിരിക്കും നമ്മൾ പ്ലാന്റ്സ് വെക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ള ഹോൾ നമ്മൾ എന്തെങ്കിലും വെച്ച് അടച്ചു വെക്കണം. കാരണം ഹോൾ ഓപ്പൺ ആയിരുന്നു കഴിഞ്ഞാൽ കൊതുക് കയറാൻ ചാൻസ് ഉണ്ട്. അതുപോലെ സൂര്യപ്രകാശം അകത്ത് കടന്നു കഴിഞ്ഞാൽ നമ്മുടെ ന്യൂട്രിയൻസിനകത്ത് പായൽ പിടിക്കാനുള്ള ചാൻസസും ഉണ്ട്. അപ്പോൾ അത് അടച്ചു വെക്കാനായിട്ട് നമ്മൾ ഇതിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റിയ അതേ കഷ്ണങ്ങൾ തന്നെയാണ് വയ്ക്കുന്നത്. പറന്നു പോകാതിരിക്കാനായിട്ട് ഒരു ടേപ്പ് ഒട്ടിച്ച് വയ്ക്കുന്നുണ്ട്. കണ്ടില്ലേ? അങ്ങനെ ഒന്നിടവിട്ടുള്ള ഹോളുകളിൽ നമ്മൾ നെറ്റ് പോട്ടും വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ളതെല്ലാം നമ്മൾ ഈ ഒരു കഷ്ണം വെച്ച് അടച്ച് ടേപ്പ് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ട്രാൻസ്പ്ലാന്റിൻ്റെ കാര്യം നോക്കാം. ചൂട് കുറയ്ക്കാനുള്ള ഷെയ്ഡ് നെറ്റ് കൂടാതെ ഒരു അപ്ഗ്രേഡ് കൂടെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതാണ് ഈ കാണുന്ന RO ഫിൽറ്റർ. നമ്മുടെ ഇവിടെ ഉപയോഗിക്കുന്നത് ഓപ്പൺ വെൽക്കിണർ വെള്ളമാണ്. അതിനെന്തോ ഒരു പ്രശ്നമുള്ളതായിട്ട് നേരത്തെ ക്രോപ്പിൽ തോന്നിയിട്ടുണ്ട്. എന്നുവെച്ചാൽ ഇതിനകത്ത് ന്യൂട്രിയൻസ് ആഡ് ചെയ്യുമ്പോഴേക്കും ചില സമയത്ത് അത് പല രീതിയിലുള്ള ഡെഫിഷ്യൻസി കാണിക്കുന്നുണ്ട്. അപ്പോൾ വെള്ളത്തിലൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു RO ഫിൽറ്റർ വെച്ചത്. അതിനോടൊപ്പം തന്നെ അതിൻ്റെ ഒരു സ്റ്റോറേജ് ടാങ്കും കൂടെ വെച്ചിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ ഈ ഒരു ടവറിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്, സ്പേസ് സേവ് ചെയ്യാനായിട്ട്. അതിനൊപ്പം തന്നെ നമ്മളിവിടെ ഒരു വാഷിംഗ് ഏരിയ, അത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളൂ, കൊക്കോപ്പീറ്റും മറ്റൊക്കെ വാഷിങ്ങിനും ബഫറിങ്ങിനും ഉപയോഗിക്കുന്നത്. ആ ഒരു പ്ലാസ്റ്റിക് ഡ്രം നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഏരിയയും കൂടെ ഈ ഒരു ടവറിനിടയിൽ തന്നെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ന്യൂട്രിയൻസ് പ്രിപ്പറേഷനാണ്. അപ്പോൾ ഇതിനാവശ്യമുള്ള ന്യൂട്രിയൻസൊക്കെ പൗഡർ ഫോമിൽ വീട്ടിൽ നിന്ന് തന്നെ റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ ഫാമിൽ വെച്ച് തന്നെ കോൺസെൻട്രേറ്റഡ് സൊല്യൂഷനാക്കിയിട്ട് ഈ 2 ജാറിലായിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിനെല്ലാം നമ്മളിവിടെ നിർത്തി RO വാട്ടറിൽ മിക്സ് ചെയ്ത് അതായത് ലയിപ്പിച്ചിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ന്യൂട്രിയൻ സ്റ്റോറേജ് ടാങ്ക്. ഇതൊരു അണ്ടർഗ്രൗണ്ട് ടാങ്കാണ്. 1000 ലിറ്റർ കൊള്ളുന്ന ഒരു ടാങ്ക്. ഇതിനകത്താണ് നമ്മൾ ന്യൂട്രിയൻ സൊല്യൂഷൻ ഉണ്ടാക്കിയിടുന്നത്. ഇപ്പോൾ ആൾറെഡി ഈ ഒരു സ്റ്റോറേജ് ടാങ്കിലും ഈ വെച്ചിരിക്കുന്ന പൈപ്പിനകത്തായിട്ട് ഒരു 1000-1500 ലിറ്ററോളം വെള്ളമുണ്ട്. അപ്പോൾ ആ വെള്ളത്തിൽ ഈ കുഞ്ഞ് പ്ലാന്റ്സ് വയ്ക്കുമ്പോഴേക്കും ആ ചെറിയ പ്ലാന്റ്സിന് എത്രയാണോ ന്യൂട്രിയൻ്റെ കോൺസെൻട്രേഷൻ ആവശ്യമുള്ളത് അതിനനുസരിച്ചുള്ള ന്യൂട്രിയൻസിലേക്ക് ആഡ് ചെയ്യാണ്. ഒരു ഉദ്ദേശം വെച്ച് ആഡ് ചെയ്തിട്ട് നമ്മൾ മെഷർ ചെയ്ത് നോക്കിയതിന് ശേഷമാണ് പിന്നെ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. Aയും Bയും നമ്മൾ കോൺസെൻട്രേറ്റഡ് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് രണ്ടിൽ നിന്നും ഒരേപോലെ അളവിൽ വേണം നമുക്ക് സൊല്യൂഷൻ ഉണ്ടാക്കാനായിട്ട്. കുക്കുംബറിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ന്യൂട്രിയൻസാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ന്യൂട്രിയൻസ് ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ സർക്കുലേഷൻ ഓൺ ചെയ്തു. ഇത് ഒരു 24 hours ഫുള്ളായിട്ട് സർക്കുലേറ്റ് ചെയ്യാനായിട്ട് ഇട്ടിട്ടുണ്ട്. ആ സമയം കൊണ്ട് നമ്മുടെ ന്യൂട്രിയൻസ് ഒക്കെ നന്നായിട്ട് മിക്സായി എല്ലാ പൈപ്പിലും ഈവനായിട്ട് ഒരേ കോൺസെൻട്രേഷനിൽ വരാനുള്ളതാണ് ഈ ഒരു 24 hours ടൈം. അത് കഴിഞ്ഞിട്ട് നാളെയാണ് നമ്മളിതിനകത്ത് പ്ലാന്റ്സ് ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നത്. ഹൈഡ്രോപോണിക് സിസ്റ്റത്തിലേക്ക് ട്രാൻസ്പ്ലാന്റിങ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ഈസിയാണ്. ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നേരത്തെ ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഡിസ്ക്രൈബ് ചെയ്ത് ഞാനിവിടെ പറയുന്നില്ല. നമ്മൾ OSS സ്പോഞ്ചിൽ മുളപ്പിച്ച തൈകളെന്ന് പറഞ്ഞാൽ പ്രോട്ടീൻ ഈസി ആയിട്ട് ഊരിയെടുക്കാൻ പറ്റും. ഇതിനകത്തുനിന്ന് വേരിനൊന്നും യാതൊരു രീതിയിലുള്ള ഡിസ്റ്റർബൻസും ഇല്ലാതെ നമുക്ക് ഈസി ആയിട്ട് എടുക്കാൻ പറ്റും. ഇപ്പോൾ ഹെൽത്തിയുള്ള പ്ലാന്റ്സ് മാത്രം ഇളക്കിയെടുത്തതിന് ശേഷം നമ്മൾ നേരെ നെറ്റ് പോട്ടിനകത്ത് കൊണ്ടുവയ്ക്കുന്നു. അതിനുശേഷം ചുറ്റിനും ലീക്ക ബോൾസ് ഇട്ട് ജസ്റ്റ് അതിനൊന്ന് ഉറപ്പിച്ചിരിക്കുന്നു. ഇത് മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇതേ പ്രോസസ്സ് നമ്മൾ ഈ ഒരു 200 പ്ലാന്റ്സിനകത്തും ചെയ്യുന്നുണ്ട്. എന്നിട്ട് ബാക്കിയുള്ള അപ്ഡേറ്റ് ഇനി നെക്സ്റ്റ് വീഡിയോയിൽ പറഞ്ഞുതരാം.